ഹലോ, അപ്പോൾ എല്ലാവർക്കും ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാൻ എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് നേന്ത്രപ്പഴം 3 കിലോ 100 എന്ന് പറഞ്ഞിട്ട് പോണത് കണ്ടത്. അപ്പോൾ ഒന്നും നോക്കാതെ ചാടിപ്പോയി അതങ്ങോട്ട് വാങ്ങി വെച്ചു. അപ്പോൾ പറഞ്ഞു വന്നത് ഇന്ന് നേന്ത്രപ്പഴം കൊണ്ടുള്ള സ്നാക്സാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം നമുക്ക്. ഇതിനായിട്ട് ആദ്യം നമ്മൾ ഫില്ലിങ്ങാണ് ഉണ്ടാക്കാൻ പോണത്. നല്ല അവിൽ നല്ല മുരുമുരുന്നനെ നമ്മൾ മുരിച്ചെടുക്കുക. അത് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ശർക്കര പാനി ഉണ്ടാക്കുകയാണ്. ഇച്ചിരി ഒരു 2 അച്ച് ശർക്കരകളാണ് എടുത്തിട്ടുള്ളത്. അതങ്ങനെ നമ്മൾ പാനിയായിട്ട് ഉണ്ടാക്കിയെടുക്കുക. പാനി ഉണ്ടാക്കുന്ന പരുവൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അതിലേക്ക് ഇച്ചിരി തേങ്ങ ചിരണ്ടിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് ഒരു 3 ഏലക്കോളം ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഇളക്കിയിട്ട് അതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക. ചൂടാറിയതിന് ശേഷം മാത്രമാണ് അവിൽ ഇട്ട് കൊടുക്കാവൂ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രിസ്മസ് നഷ്ടപ്പെടും ചൂടായതിലേക്ക് ഇട്ട് കൊടുത്താൽ. ചൂടാറിയതിന് ശേഷം അവിൽ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മാറ്റി വയ്ക്കാം. ഈ അവൽ മിക്സ് ഉണ്ടാക്കുന്ന സമയം കൊണ്ടിട്ട് നമ്മൾ പഴം പുഴുങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പഴം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് 4 വിസിലടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് തോലും അതിൻ്റെ അകത്തുള്ള നാരും കളഞ്ഞിട്ട് മാറ്റിയിട്ട് നമ്മളത് നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ് ചെയ്യണത്. നന്നായി ഉടഞ്ഞതിന് ശേഷം അതിലേക്ക് 1 കപ്പോളം അരിപ്പൊടി കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു മാവ് തയ്യാറാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി അത് ഓരോ ഉരുളകളായി മാറ്റി വെച്ച് അത് കയ്യിലൊരിച്ചിരി എണ്ണ പുരട്ടിയിട്ട് ഓരോ ഉരുള നമുക്ക് ചപ്പാത്തിക്കും പത്തിരിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ കൈ വെച്ച് പ്രസ് ചെയ്തിട്ട് ഒരു ചെറിയ മിനി അപ്പത്തിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മളെല്ലാ ബോൾസും ഇങ്ങനെ ഒരു ഷേപ്പിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. നമുക്കിഷ്ടമുള്ള ഷേപ്പിലാക്കാം, പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനെ കഴിഞ്ഞാൽ ഒന്നുകൂടി മുരിഞ്ഞു വരാൻ എളുപ്പമായിരിക്കും. ഈ ചട്ടിയിലേക്ക് എണ്ണ ചൂടാക്കി നമ്മളുണ്ടാക്കി വെച്ച ബനാന ഫിൽസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് മുരിച്ചെടുക്കുക. 2 സൈഡും അപ്പുറം മറിച്ചിട്ടിട്ട് വേഗം മുരിച്ചെടുക്കാം. ഒരുപാട് വേവാനൊന്നുമില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഒരുപാട് മധുരം ഒക്കെ ഇടേണ്ട ആവശ്യം വരുന്നില്ല. 2 അച്ച് ശർക്കര കൊണ്ട് കാര്യം കഴിയും. പിന്നെ പഴത്തിൻ്റെ മധുരം കൂടി വരുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കുക.